ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അവരെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്ത് ചെയ്യും? ഓട്ടന്നേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധികലശം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ജൽ ബോഡിയിൽ എന്താ പറയുക 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യിക്കുന്ന അമ്മയാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അമ്മയിൽ എന്താ പറയുക? അല്ല, വിചാരിച്ചിരുന്നത് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ തകരും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അമ്മയ്ക്ക് തകർച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക രാജിവെക്കേണ്ടവരൊക്കെ രാജിവെച്ച് പോയതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമായിരിക്കും. അതേ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ സ്ത്രീകളെ സംഘടനയുടെ തലപ്പത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഭയങ്കര കഷ്ടമായി. 10 മാസം കൊണ്ട് തന്നെ നശിപ്പിച്ചു. തമ്മിൽ യൂണിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടി ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവളെ വർഗീയവാദിയാക്കുക, അവളെ ചീത്ത വിളിക്കുക, പിന്നെ സീനിയറായ ഒരു നടിയുണ്ട് നീ ആരടി എന്നൊക്കെ ചോദിച്ചിട്ട് ഇടിക്കാൻ കയ്യോങ്ങുക, മുട്ട് കയറ്റുക എന്നൊക്കെ പറയുക, പിന്നെ അവളുടെ അമ്മയ്ക്ക് ചേർത്ത് ചീത്ത വിളിക്കുക. ഇതൊന്നും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യേണ്ടതല്ല. അതാണ് പ്രശ്നം. അത് എനിക്കോട് പ്രശ്നങ്ങൾ തീർന്നു എന്ന് തോന്നുന്നു. തീരും, ഇനിയും കുഴപ്പമില്ല. അത് നന്നായി എന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, ഒരു പക്ഷമില്ലാതെ, ഒരു ന്യായമില്ലാത്ത പക്ഷങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നവരൊക്കെ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. അതും തെറ്റില്ല എന്ന് ഞാൻ പറയും. ഓട്ടന്നേ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയി ഒരു ശുദ്ധികലശം നടന്നാൽ തന്നെ അമ്മ ചിലപ്പോൾ നന്നാവും. ശരിക്കും ഈ നാട്ടുപ്രദേശത്ത് കാണാൻ അയൽക്കൂട്ടം പോലെ ആയിപ്പോയി. അയൽക്കൂട്ടം ഇങ്ങനെയൊന്നുമല്ല. സ്വയം തൊഴിൽ പോണവരും ഇങ്ങനെയല്ല. ഇത് അതിനേക്കാളും താഴെയാണ്. വേറൊരു തറയാണെന്നേ, വേറൊരു തറ വർത്തമാനങ്ങളെല്ലാം. അത് നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിൻ്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കുകയും അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുമെന്നേ. കാരണം ഇത് ആണുങ്ങളിരുന്ന സീറ്റല്ലേ. MG സോമനെ പോലെ, ഇന്നസെൻറ്റിനെ പോലെ, മധുസാറിനെ പോലെ, ബാലചന്ദ്ര മേനനെ പോലെ, സുകുമാരനെ പോലെ എത്രയോ നല്ല മഹത് വ്യക്തികളിരുന്ന പോസ്റ്റ്. അതിൽ നിന്ന് പോണതാണ് നല്ലത്. ഇതൊക്കെ ഈ ഐറ്റംസുകൾ പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അതുകൂടെ ഇനിയിപ്പോൾ അമ്മ നന്നാവാൻ സാധ്യതയുണ്ട്. ഈ രമേശ് പിഷാരടി വന്നതോടുകൂടി അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം വരും തോന്നുന്നു? ഒരു മാറ്റം വരില്ല. ഈ ഭരണമാറ്റം കൊണ്ടൊക്കെ ഉണ്ടാവും എന്നുള്ള. രമേശ് പിഷാരടി എന്ത് അത്ഭുതം കാണിക്കാൻ? അയാൾ അല്ലെങ്കിൽ അമ്മയിൽ മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാളൊരു MLA ആയി ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണുപിടിയും കാരണം അയാളൊരു MLA ആയി എന്നുള്ളതിനപ്പുറം അതൊക്കെ അയാൾ കാലം തെളിയിക്കണ്ടേ. എന്നാൽ അയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല, അയാളൊരു എന്താ പറയുക, ഇപ്പോൾ അഡ്വോക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ അയാളാണ്. അപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ഭാരിച്ച പണിയുള്ളപ്പോഴും ഇത് കയറി ഏറ്റിട്ടുണ്ട്. അയാൾ വരും ദിവസങ്ങളിൽ തെളിയിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 10 മാസം കൊണ്ട് അമ്മയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കിയിട്ട് അതിൻ്റെ തിരുത്തലുകൾ അയാളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാവും നോക്കും. അയാളും ഗണേശനൊക്കെ ആകുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്ത് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഗണേഷ് കുമാറിന്റെ വരവിനെ പറ്റി എന്താ പറയാനുള്ളത്? ശരിക്കും ഗണേശ് വരാൻ അയാളൊന്നും പോയ ആളല്ലല്ലോ. അയാൾ മന്ത്രി MLA ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ സമയമുണ്ട് വന്നു. അയാളൊക്കെ നന്നായിട്ട് സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുന്ന തുടക്കകാലം മുതൽ അമ്മയ്ക്ക് വേണ്ടി നിന്ന ആളല്ലേ. അയാൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ മുതിർന്ന താരങ്ങളൊന്നും ഇതിനെതിരെ പ്രതികരിക്കുകയും ഒന്നും അഭിപ്രായം പറയുകയും ചെയ്തിട്ടില്ല. ലാലേട്ടനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും അതിനുള്ള? ലാല് പറയാനുള്ള പറഞ്ഞല്ലോ. ഈ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷം എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോടൊപ്പം ഞാൻ നിൽക്കും. അമ്മ എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കേണ്ടത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പം ഞാൻ കേട്ടെ, മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ ഒക്കെ അമ്മ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ സാധ്യതയില്ല, ദോഷമല്ലാതെ. അവരുടെ വിലപ്പെട്ട സമയവും അവരുടെ പൈസയൊക്കെ പോകുന്നുള്ളതല്ലാതെ. നേരെ മറിച്ച് അവിടുന്ന് കിട്ടുന്ന 5000 രൂപ കയ്യിൽ നിന്ന് കിട്ടും കാത്തിരിക്കുന്ന, 10,000 രൂപ ഒരു വർഷം മരുന്നിന് കാത്തിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവർക്കാണ് അമ്മ. ആ അമ്മയെ തകർക്കരുതെന്ന് മോഹൻലാൽ പറയുമ്പോൾ മോഹൻലാൽ അതിനപ്പുറം എന്ത് പറയാൻ? പറയേണ്ടത് അയാൾ പറഞ്ഞു, ചെയ്യേണ്ടത് അവിടെ ചെയ്തു. കാരണം ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന അൻസിബ എന്ന് പറഞ്ഞ കുട്ടിയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി വിളക്ക് കൊളുത്തിച്ചു. അതിനപ്പുറം അയാൾ എന്ത് മെസ്സേജാണ് തരേണ്ടേ? ഒരു അക്ഷരം പറയണ്ടല്ലോ, പ്രവൃത്തി കാണിച്ചില്ല. അതുകൊണ്ട് അത് നല്ല ഇന്നലെ മോഹൻലാലും കൂടെ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന അതെല്ലാം കളരിയാവൂലേ. മമ്മൂട്ടിയില്ല, സുരേഷ് ഗോപിയില്ല, ആരുമില്ല. അപ്പോൾ മോഹൻലാലെങ്കിലും വന്നല്ലോ. രാവിലെ തൊട്ട് 4 മണി വരെ അയാൾ ഇരുന്നില്ലേ. അൻസിബയ്ക്ക് ശരിക്കും നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും. കാരണം ആ ജൽ ബോഡിയിൽ എന്താ പറയുക 200 പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്.
അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ ശ്വേതാമേനെ എതിരെയുള്ള പരാതിക്ക് എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്? ശ്വേതമേനെതിരെ പരാതിയില്ല. ഈ ഇപ്പോഴും 67 ലക്ഷം രൂപ പിന്നെ അത് തട്ടിപ്പെന്നല്ല, 67 ലക്ഷം രൂപ വരെ കണക്ക് കൊടുക്കാത്തിടത്തോളം കാലം സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. പിന്നെ ആ ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് 75 ലക്ഷം രൂപ വാങ്ങി 30 ലക്ഷം രൂപ കൊടുത്തു, ഇനി 45 കൊടുക്കാനുണ്ട്. അതൊന്നും ഒരു സംഘടനയ്ക്ക് ഭൂഷണമായ കാര്യങ്ങളല്ല. അത് 100% തെറ്റാണ്. അങ്ങനെയൊക്കെ ഒരു 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 അമ്പലം, ഇത് ഗുരുവായൂർ അമ്പലം സ്പോൺസർ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ശബരിമല സ്പോൺസർ ചെയ്തെങ്കിൽ മനസ്സിലാക്കാം. ഒരു ജില്ലയിലെ ഒരു ചെറിയ അമ്പലം 75 ലക്ഷം രൂപയൊക്കെ അമ്മയ്ക്ക് സ്പോൺസർ ചെയ്യുന്നെങ്കിൽ ശ്വേത തന്നെ പറയുന്നു, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ 2 കോടി രൂപ വാങ്ങിക്കാം. 2 കോടി രൂപയൊക്കെ കൊടുക്കാൻ ആ അമ്പലത്തിന് എവിടുന്ന കാശ്? ബ്ലാക്ക് മണി ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും ഒരു സംഘടനയ്ക്ക് പറ്റിയല്ല. നാളെ ഒരു ജമാഅത്ത് പറയണം ഞങ്ങൾ പൈസ തരാം, മറ്റന്നാ പരുമല പള്ളിക്കാർ പറയണം ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഈ മതങ്ങളെയൊക്കെ കൊണ്ടൊന്നും ഈ സംഘടനയ്ക്ക് കയറ്റുന്നത് ശരിയല്ല. ആ നിലപാട് അൻസിബ എടുത്ത നിലപാടാണ് ശരി. ശരിക്കും അമ്മ സംഘടനയിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. അതായത് മുൻ ചിന്തകളൊന്നും ഇല്ലാതെ എടുത്തു ചാടി പക്വതയില്ലാതെ എടുത്ത തീരുമാനങ്ങളാണ് പൊളിഞ്ഞു പോയത്. ഇപ്പം തന്നെ വർഷങ്ങളോളമായി അമ്മയുടെ ജനറൽ ബോഡിക്ക് ഫ്രീ ആയിട്ട് ഓഡിറ്റോറിയം കൊടുക്കുന്ന വലിയ ആബാദ് പ്ലാസ് പോലുള്ള നല്ല ഹോട്ടലിൽ കിടക്കുമ്പോൾ 4 ലക്ഷമോ 4.5 ലക്ഷമോ കൊടുത്ത് അങ്ങ് കാക്കനാട് കൊണ്ടുവന്ന് ഇത് വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ പൈസ എടുത്ത് ദൂർത്തടിച്ച് ഒരു മുൻപിനെ ആലോചിക്കാതെ ഭരണസമിതി കൊണ്ടുപോയി. അതാണ് പ്രശ്നം. ഒരു ട്രഷററുണ്ട് ഉണ്ണി ശിവപാൽ, അയാളുടെ പറയാണ് ജനറൽ ബോഡി വരെ താൻ വീട്ടിൽ ഇരിക്കും, ഓഫീസിൽ മേലിൽ കയറരുത്. എന്താ പ്രശ്നം? അയാൾ രാത്രി 12 മണിക്കോ 1 മണിക്കോ വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട്, ഒരു പെണ്ണിനോട് വിളിച്ച് നാളെ കൊടുക്കാനുള്ള ചെക്കുകൾ എഴുതി വയ്ക്കാൻ പറഞ്ഞു. അയാളെ മാറി വയ്ക്കാൻ പറഞ്ഞു. എന്നിരുന്നാലും ജനറൽ ബോഡി പറയാണ് ഉണ്ണി ശിവപാൽ മുങ്ങിക്കളഞ്ഞെന്ന്. അയാൾ മുങ്ങയല്ലല്ലോ, അയാളെ മാറ്റി നിർത്തിയത് ശ്വേതയാണ്. എന്നിട്ട് ശ്വേത തന്നെ പറയുന്നത് മുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പക്വതയില്ലായ്മ, അതാണ് പ്രശ്നം. പക്വതയില്ല. ഈ ലക്ഷ്മി പ്രിയയും ശ്വേതാമേനും തമ്മിലുള്ള വിഷയം അല്ലെങ്കിൽ ഹൻസിബയും തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അവരെ കുറിച്ചൊന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്താ? ശരിക്കും പറയുന്നത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? 1% ഇല്ല. നട്ടാക്കുരു 20 ലക്ഷം രൂപ വരെ കേസിലെ പ്രതിയാണ്. ഇപ്പം ശിക്ഷിക്കും കോടതി. അപ്പോൾ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അതിന് ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പം നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മളെന്ത് പറയാം? ഓക്കെ. ശരിക്കും ടൊവിനോ തോമസ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഈ ദുൽഖറിന് അല്ലാതെ അയാൾ ഈ ഹിന്ദിയും തെലുങ്കൊന്നും പറഞ്ഞ് നടക്കുകയില്ലേ. പിന്നെ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ വേണമെങ്കിലേ നമുക്ക് താല്പര്യം വേണം. നമുക്ക് ഈ രാഷ്ട്രീയം പോലെയാണ്. നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൽ പോകണമെങ്കിൽ നമുക്ക് ആ സംഘടനയുടെ ഒരു താല്പര്യം വേണം. ഞാനല്ല, ഞാൻ സിനിമയായിട്ട് ഒതുങ്ങി കഴിയുള്ളൂ എന്ന് വാശി പിടിച്ചാൽ അയാളെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. പക്ഷെ അവരൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷെ അവർ എതിർത്ത് നിൽക്കുന്നില്ലല്ലോ. അവരമ്മയിൽ മെമ്പർഷിപ്പ് എടുത്ത് അമ്മയുടെ അംഗമായിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ അവർക്കൊന്നും ഇവരെ പൈസ അമ്മയുടെ ഒരു ആനുകൂല്യം വേണ്ടെന്നേ. സൗജന്യ ഇൻഷുറൻസും വേണ്ട, മരുന്നും വേണ്ട. ദുൽഖറിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അതും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവർ ആ സംഘടന അങ്ങനെ കാണുള്ളൂ. ഓക്കെ.